ഹായ്. ഹായ്. അപ്പോൾ നമ്മളെ കണ്ണൂരാണ്. കണ്ണൂർ വീട്ടിലാണ് നമ്മൾ ശ്രീ ചേച്ചീൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്. അമ്പലദർശനമുണ്ട്, പിന്നെ ശ്രീ ചേച്ചീനെ കാണാനും എല്ലാം. നമ്മള് കണ്ണൂരൊന്നും ശരിക്കും കണ്ടിട്ടില്ലല്ലോ. അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കണ്ണൂർക്ക് വരികയാണ്. അതെ, വന്ന് ഇങ്ങനെ നമ്മളെ സ്വന്തക്കാരെ പോലെ കരുതി നമ്മൾ ശ്രീ ചേച്ചീൻ്റെ വീട്ടിൽ വന്നിട്ട് അത് ഒന്നാമത് നമ്മൾ വെള്ളമൊക്കെ മാറി കുടിച്ചതും കുളിച്ചതും ഒക്കെ ആയതുകൊണ്ടാണ് ഒരു അസ്വസ്ഥത. അപ്പോൾ ഈ സമയം ഇപ്പോൾ 4-5 മണിയൊക്കെ ആവാനായിട്ടുണ്ട് വൈകിട്ട്. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ വ്ളോഗ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ എടുത്ത് വെച്ച് നമ്മൾ കണ്ണൂർ വന്ന വിശേഷമൊക്കെ. പിന്നെ പോണത് 2 വീഡിയോ ആയതുകൊണ്ടേ നമുക്ക് പിന്നെ വീട്ടിലെത്താം നേരം വൈകും. നാളെയാണ് ഞങ്ങൾ പോണത്. വീഡിയോ എടുക്കുന്നത് തലേ ദിവസമാണ്. അപ്പം എന്തായാലും 2 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ട് എത്തും. എന്തായാലും പെരുന്നാളായിട്ട് എല്ലാ വീട്ടിൽ കൂടെ ഒന്ന് പോകണം. നമ്മളെ വീട്ടിലത്തെ പോലെ തന്നെ അവിടുത്തെ അതേ കാലാവസ്ഥ തന്നെ എവിടെയും നല്ല മഴേൻ്റെ കോളുണ്ട്, മഴക്കാറുണ്ട്, ഇടിയുണ്ട്. എന്നാലും ഏകദേശം നമ്മളൊക്കെ ആ ഒരു കാലാവസ്ഥ, ആ ഒരു മലപ്പുറം ആ ഒരു രൂപം തന്നെ ഉണ്ട്. നമ്മൾ കണ്ണൂരിനൊക്കെ വിചാരിച്ചപ്പോൾ നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് ശീലമുള്ള ഓരോരുത്തരും ഭാഷയിൽ വ്യത്യാസം കേട്ടോ. ശരിക്കും സംസാരിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാന്ന് വേറൊരു ശൈലി സംസാരിക്കുന്നത്. പിന്നെ അങ്ങനെ തന്നെയല്ലേ ഓരോ സ്ഥലത്തേക്കും. എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടമായി, ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ഇഷ്ടമായി. നമ്മളെ ചേച്ചീൻ്റെ അതേപോലെ തന്നെ. അതെ, മാഷവന് മുണ്ടെടുക്കാൻ അറിയില്ല, അവന് വലിയ മുണ്ടായിട്ടേ. വീട്ടിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടുന്നൊക്കെ കൈവക്കിയൊക്കെ കാണിച്ചിരുന്നു, ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്തോഷം. അപ്പൊ ഞങ്ങളിങ്ങ് പോവുകയാണല്ലേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് സെറ്റ് മുണ്ട് എടുത്തിട്ട് അല്ലേ, ആദ്യമായിട്ടാണ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തേക്ക് സുന്ദരി കിട്ടിയതാണ്. ഇറങ്ങല്ലേ അപ്പൂസിന്റെ ഫോട്ടോ ഇവിടെ മുല്ലപ്പൂണ്ട്. അപ്പൂസ് ഫോട്ടോ അപ്പൂന്റെ ഫോണില്ലേ ആദ്യമായിട്ടല്ലേ നമ്മൾ പരിപാടിക്ക് അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണ്ടേ? മൂന്നാൾ വിളിക്കണം. കുഞ്ഞു എന്താ റെഡിയാ? ഞങ്ങള് വെറുതെ ഒരു രസമുള്ള സ്ഥലം കണ്ടപ്പോ നിർത്തിയേട്ടോ. അപ്പൂസ് ഭയങ്കര സ്ഥലം. സ്ഥിരം പരിപാടിയല്ലത്. കഴിഞ്ഞല്ലേ? ഒരു ക്ഷേത്രം കൂടി കണ്ടു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്ര വലിയ ക്ഷേത്രം കാണുന്നത്. ശിവക്ഷേത്രം. 7 മണിക്ക് ശേഷം പെണ്ണുങ്ങൾക്ക് ദർശനമുള്ള അമ്പലം. നമ്മൾ പുറത്തുനിന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച്. പഴയ കോട്ടയല്ലേ? അതെ, ഇതിപ്പോ പുതുതായിട്ട് ആക്കിയതാണ്. കാണാത്ത കാഴ്ചകളാണ് ഒക്കെ. നമ്മളെ ശ്രീ ചേച്ചിക്ക് വളരെ തീർത്ഥമായിട്ട് നന്ദിയുണ്ട്. ചേച്ചിയാണ് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാ, നമ്മളവിടെ കാണിക്കണം, ഇവിടെ എത്തിക്കണം എന്ന്. പിന്നെ നമ്മൾ പോണത് മുത്തപ്പനെ കാണാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങണം. അപ്പോൾ നമ്മൾ മനുഷ്യനിലോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ വീട്ടിൽ നിന്ന് മഴയും പിന്നെ നമ്മൾ ഒരുക്കങ്ങളും കൂടിയപ്പോൾ ഇച്ചിരി നേരം വൈകി.
മോന് ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ മോന് ഭയങ്കര മടിയാ. അപ്പൊ ഡ്രൈവർ നമ്മൾ എടുക്കണില്ല. കയറിയിട്ടില്ല കേട്ടോ. നമുക്ക് 8 മണിക്ക് ഉള്ളിൽ കയറി തൊഴാം അല്ലേ ശ്രീ ചേച്ചി? അപ്പോൾ നമ്മൾ ഷീട്ടാക്കിയിട്ടുണ്ട് വഴിപാട്. അതിൻ്റെ ശേഷം നമുക്ക് 8 മണിക്ക് കയറി തൊഴാം. ഇപ്പം നമ്മൾ പുറത്ത് നിന്നത് തൊഴുത് നേർച്ച വെള്ളാട്ടം ആണ് നമ്മൾ വഴിപാട്. ആണല്ലേ? ഇപ്പം ഇവിടെ മുത്തപ്പനല്ലേ, അതിങ്ങനെ ഓരോരാളുടെയും നേർച്ചയുള്ളതാണ്. അപ്പോൾ ആയി ഇന്നത്തെ മുത്തപ്പൻ. പിന്നെ ഷിജീൻ്റെയും കൂടെ വകയാണ് ഇന്നത്തെ ആ മുത്തപ്പൻ അവിടെ ഉള്ളത്. ഒരുപാട് ദർശനം തരാമെന്ന് പറഞ്ഞു. അവിടെ പോവാം. ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ടില്ല കേട്ടോ. 10 മണിയായിട്ട് സമയം. അപ്പോൾ സോണിക്കുട്ടിയും ശ്രീജ ചേച്ചിയൊക്കെ ഊണിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തിന് ഭയങ്കര അലർജി പ്രശ്നം, തുമ്മൽ, പിന്നെ അപ്പൂസിനും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതവിടെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തല്ല, നമ്മളെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. എന്താ കുറേ നേരമായി കിടക്കണേ. അതിലിങ്ങനെ തലോടി കൊടുത്തല്ലേ നല്ല കണ്ണിങ്ങനെ ചിമ്മ. നമ്മളിപ്പോൾ അറിഞ്ഞില്ല പറഞ്ഞിട്ട് ഉള്ളിലെടുക്കുമ്പോൾ ഉറങ്ങി പോകും. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ചെറുതും വലുതായിട്ടുള്ളൊക്കെ നായ്ക്കളതിൽ ഇവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, മുത്തപ്പൻ്റെ ആണ് കേട്ടോ. അതാണ് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കണേ. ഉള്ളിലൊക്കെ ഉണ്ട്, ആ തൂണിലൊക്കെ കിടക്കുന്നുണ്ട് പറ്റി പിടിച്ച്. അതിന്റെ ഉള്ളിലുണ്ടല്ലോ മുത്തപ്പന്റെ കാവല് എന്നാ പറയണത്. അതിന്റെ ഉള്ളിലുണ്ടോ? ഉള്ളിലുണ്ട്, കണ്ടില്ലേ ആ തൂണുമലൊക്കെ കിടക്കണേ. കാവലാണ് അത്ര. അവിടെ ഒക്കെ ചുറ്റുണ്ട്, ആ വഴിയിലൊക്കെ കിടക്കുന്നുണ്ട്. തിരക്ക് കഴിയാനായി. തിരക്ക് കഴിയുന്നുണ്ട്, തിരക്ക് കൂടുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ എന്താ ഈ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നവരാ. നമുക്ക് എന്തായാലും നല്ല ദർശനം കിട്ടിട്ടോ. ഉള്ളിൽ ചെന്ന് ശരിക്ക് കണ്ട്. അതെ അതെ, നമ്മളെ അനുഗ്രഹിച്ച് വിട്ടു. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ വെള്ളാട്ടം പറഞ്ഞൊരു വഴിപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം അവിടെ നിന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷം, ഒരു സമാധാനം. ഇത്രയും ഇത് കാലത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വരാനുള്ളൊരു ഇത് ഒരുക്കി തന്നത് ഈ ശ്രീജ ചേച്ചി കാരണമാണ്. ആള് നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് വഴിപാടൊക്കെ ചെയ്യിപ്പിച്ച് അപ്പൂസ് തരുന്നുണ്ട്. എങ്ങോട്ടോ പോയത് നമുക്ക് വരാൻ പറഞ്ഞു. കിടന്ന റൂമാട്ടത് ചേച്ചിന്റെ. അപ്പൊ നമ്മള് വന്ന് നമ്മൾ തിരിച്ചു പോവുകയായി. എല്ലാ പരിപാടിയും കഴിഞ്ഞു. പുതിയൊരു കുടുംബക്കാരെയോടും കിട്ടിയില്ലേ. അപ്പൊ
പോവാ അല്ലാതെ ഇപ്പൊ രക്ഷയില്ലല്ലോ നിൽക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞിട്ട് 8 മണി 9 മണിക്കില്ലേ 9 മണിക്ക് ട്രെയിൻ ഉണ്ട്. 9 മണിക്ക് ഇപ്പൊ 8 മണിയായി. അതൊക്കെ തുറന്നോ? അപ്പൊ പെരുന്നാളാകണ്ടേ ഒന്ന് വണ്ടിട്ടൊന്നും അറിയാം നമുക്ക്. ഓനിഞ്ഞ ഫോട്ടോ എടുക്കാനാണ് ഏതാണ്ട് കടയിലൂടെ അയച്ചതൊക്കെ തുറച്ചോ. ബാഗ് കയറ്റിലിട്ടോ. സാരല്ലേ ഇത് സമയല്ല ഇനിയിപ്പേ മറിയമ്മോളന്റെ വാച്ചാട്ടോ. അപ്പുന്റെ വെച്ചതാ എന്താ പരിപാടി ഇന്ന്? എന്താ പരിപാടി? 8 മണിയായി. 8 നമുക്ക് ഇവിടുന്ന് ഒരു 8:15 ഇറങ്ങണം സ്റ്റേഷനിലേക്ക് പയ്യന്നൂർ. പിന്നെ നമ്മളെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ ഗഡനം കണ്ടിട്ടുന്നല്ലേ അവിടെ. നമുക്കെന്താ വെച്ചാൽ ഫുള്ള് കാണിക്കാൻ പറ്റില്ല ഈ രാത്രി ആയതുകൊണ്ട്. പിന്നെ നമ്മള് തൊഴാൻ പോവല്ലേ ഫസ്റ്റ് സ്ഥലത്തേക്ക് പോകുമ്പോ അതിന്റെ ആകാംക്ഷയാണ്. പിന്നെ വെച്ചാല് ഓരൊക്കെ രാത്രിത്തെ ട്രെയിൻ തന്നെ മടങ്ങിയില്ലേ. നമ്മള് മടങ്ങണതിന് ഇപ്പോഴാണ് 2 മണിയാകുമ്പോൾ നല്ല പൈസ ആയിട്ട് നോക്കി ലഗേജ്. ഞാനുണ്ടൊരു ബാഗ് എങ്ങനെയാണ് ഓളെടുക്കാണ്ട് ഓളതിൻ്റെ ഉള്ളില് ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നോക്കി റെഡിയാണ് മേശമട്ടാ. ഇഡ്ഡലി അപ്പൂസിന്റെ ഫോട്ടോ നോക്കി. സാമ്പാർ ഇതാ മുട്ട. ജിമ്മർക്ക് മുട്ടപ്പടി ഉണ്ടാ സ്പെഷ്യല് വെറുതെ ഉണ്ടാക്കിയതാ. പഴം പുഴുങ്ങിയത്. ഞങ്ങൾ കിട്ടും ചായ കുടിക്കല്. പാൽ ചായ വല്ലപ്പോഴും പൂതിക്ക്. പക്ഷെ പോവല്ലേ അപ്പൊ ഇനി സമയമല്ല നമ്മൾ ഇറങ്ങാണ് കേട്ടോ. നമ്മളെ സമയം കുറേ ആയി. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുക്കണം എന്നിട്ട് വേണം പോകണമെങ്കിൽ. കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് സമയം മുന്നേ അവിടെ എത്തിയെങ്കിലല്ലേ നമുക്ക് പെട്ടെന്നാവാൻ പറ്റുള്ളൂ. എൻ്റെ ആകെ ടെൻഷനും ബേജാറും കൊണ്ടേ ഒന്നും നടക്കില്ല. പപ്പൂസ് മുട്ടയും പഴവും ഇഡ്ഡലി സാമ്പാറും ഒന്നുമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. 3 കൂടിയത്. അപ്പൊ എന്നാ ഇറങ്ങല്ലേ. അപ്പൊ നമ്മള് നാളെ നമ്മള് വേറെ വിശേഷമായിട്ട് കാണാട്ടോ. എല്ലാവർക്കും ബൈ.